നിലമ്പൂരിൽ ആവേശകരമായ കൊട്ടിക്കലാശമാണ് നമ്മൾ കണ്ടത്. പരസ്യ പ്രചാരണത്തിന് സമാപനമായിരിക്കുന്നു. നിലമ്പൂർ സ്ക്വയറിലാണ് മുന്നണികൾ കരുത്ത് തെളിയിച്ചത്. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ റോഡ് ഷോയിൽ ആയിരങ്ങൾ അണിനിരന്നു. മറ്റന്നാളാണ് നിലമ്പൂരിൽ വിധിയെഴുത്ത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, എല്ലാവരും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കൊട്ടിക്കയറിയാണ് കൊട്ടിക്കലാശം അവസാനിച്ചത്. എന്തായാലും എല്ലാവരും വെച്ചു പുലർത്തുന്ന ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? തീർച്ചയായിട്ടും മൂന്ന് മുന്നണികളും ഒപ്പം സ്വതന്ത്രനായി മത്സരിക്കുന്ന PV അൻവറും ഒക്കെ വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് നിലമ്പൂരിലെ മണ്ണിൽ വെച്ച് പുലർത്തുന്നത്. ഏതായാലും നിലമ്പൂരിലെ കൊട്ടിക്കലാശം പൂർത്തിയായിരിക്കുന്നു. ഇന്ന് രാവിലെ NDAയുടെ ഈ ഒരു കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായുള്ള പ്രചാരണ റാലി, NDA സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജിന്റെ റാലി ആരംഭിച്ചത് വഴിക്കടവിൽ നിന്നാണ്. വഴിക്കടവിൽ നിന്ന് രാവിലെ ഒരു 11 മണിക്ക് ആരംഭിച്ച ആ റാലി ഒരു 2 മണിയോടുകൂടെ ഞാൻ നിൽക്കുന്ന നിലമ്പൂർ സ്ക്വയറിലേക്ക് എത്തിച്ചേർന്നു. നിലമ്പൂർ സ്ക്വയറിൽ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തായിരുന്നു NDAയുടെ കൊട്ടിക്കലാശം നടന്നിരുന്നത്. അതായത് നിലമ്പൂർ സ്ക്വയറിന്റെ മധ്യഭാഗത്തായിട്ടായിരുന്നു NDA പ്രവർത്തകർ, BJP പ്രവർത്തകർ ആ കൊട്ടിക്കലാശത്തിന് വേണ്ടി ഇവിടെ അണിനിരുന്നത്. ഇതിന് കുറച്ച് മുകൾ വശത്തായിട്ടായിരുന്നു UDFന്റെ കൊട്ടിക്കലാശം. അതേപോലെ തന്നെ ഞാൻ നിൽക്കുന്ന റോഡിന്റെ നേരെ മുൻവശത്തായി ഇടതുപക്ഷത്തിന്റെ കൊട്ടിക്കലാശം. ഏതായാലും മൂന്ന് മുന്നണികളും അവരുടെ കരുത്ത് തെളിയിക്കുന്നതാക്കി ഈ കൊട്ടിക്കലാശത്തെ മാറ്റി എന്നുള്ളതാണ്. നിലമ്പൂരിലെ ആളുകൾ കനത്ത മഴ പെയ്തു. ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ടായിരുന്നു ഇന്ന് ഈ റാലിയിലാണെങ്കിലും കൊട്ടിക്കലാശത്തിലാണെങ്കിലും ഒക്കെ ആളുകൾ പങ്കെടുത്തത് എന്നുള്ളതാണ്. സ്ത്രീകളും കുട്ടികളും അതുപോലെ പുരുഷന്മാരും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ആവേശത്തോടു കൂടെ തന്നെ പാട്ടുകൾക്കൊത്ത് ചുവടുവയ്ക്കുന്ന കാഴ്ചകൾ, കുങ്കുമ ഹരിത പതാക ഏന്തിക്കൊണ്ട് അതുപോലെ തന്നെ രക്തപതാക ഏന്തിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത്, ത്രിവർണ്ണ പതാക ഏന്തിക്കൊണ്ട് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ ഭാഗത്ത്, അങ്ങനെ അവരവരുടെ ആ ഒരു പതാകകളും കൊടിതോരണങ്ങളും ഒക്കെ എല്ലാം ഈ ഒരു ജനാധിപത്യത്തിന്റെ ഉത്സവത്തെ ആഘോഷമാക്കി മാറ്റുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഇന്ന് ഈ കൊട്ടിക്കലാശത്തിൽ കാണുന്നത്. ഏതായാലും നിലമ്പൂരിൽ ഈ 3 ആഴ്ച നീണ്ടുനിന്ന ആ പോരാട്ടം അല്ലെങ്കിൽ 3 ആഴ്ച നീണ്ടുനിന്ന ആ പ്രചാരണം, പരസ്യ പ്രചാരണം ഏതായാലും ഇന്നിപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഇനി ഉള്ള മണിക്കൂറുകൾ എന്നുള്ളത് നിശബ്ദ പ്രചാരണത്തിൻ്റെതാണ്. ഇനിയുള്ള മണിക്കൂറുകളിലൊക്കെ നിശബ്ദ പ്രചാരണം മാത്രമാണ്. ആ നിശബ്ദ പ്രചാരണം നാളെ അവസാനിക്കുന്നതോടുകൂടെ മറ്റന്നാളാണ് ഈ നിലമ്പൂരിലെ ജനത വിധി എഴുതുന്നതിന് വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് കടക്കാനിരിക്കുന്നത്. ഏതായാലും നിലമ്പൂരിൽ ഇത്തവണ ഈ മുന്നണികളൊക്കെ വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത് അത് നിലമ്പൂരിലെ ഇടതുപക്ഷ MLA ആയ PV അൻവർ ഇടതുപക്ഷത്തോട് വിയോജിച്ചുകൊണ്ട് ഇത്തരത്തിൽ PV അൻവർ രാജിവെക്കുന്നതോടുകൂടെയാണ് ഈ ഒരു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ആസന്നമായി വന്നത്. അങ്ങനെ നിലമ്പൂരിൽ PV അൻവർ രാജിവെച്ച സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം നമ്മൾ കണ്ടതാണ് UDF ആണ് ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിയെ UDF പ്രഖ്യാപിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ M സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു. അതിന് പിന്നാലെ മൂന്നാമതായി ഈ BJP സ്ഥാനാർത്ഥി ആരായിരിക്കും, NDA സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതായിരുന്നു വലിയ ആവേശം. ഏതായാലും ആവേശങ്ങൾക്കൊക്കെ ഒടുവിൽ ഒരു മലയോര ജനതയുടെ പ്രതിനിധി കൂടെയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ NDA സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അങ്ങനെ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൽ ആ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞുവെങ്കിലും പിന്നീട് PV അൻവർ UDF പാളയത്തിലേക്ക് പോകുമോ എന്നുള്ളതായിരുന്നു എല്ലാവരും ആകാംക്ഷയോടുകൂടെ ഉറ്റുനോക്കിയത്. പക്ഷേ അൻവർ UDF പാളയത്തിലേക്ക് പോയില്ല എന്ന് മാത്രമല്ല, പിന്നീട് അൻവർ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അൻവർ ഈ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് അൻവറിന്റെ പത്രിക തള്ളിപ്പോകുന്നതും മറ്റുമായിരുന്നു നിലമ്പൂരിൽ കാണാൻ സാധിച്ചത്. പിന്നീട് അൻവർ സ്വതന്ത്രനായിട്ട് കത്രിക ചിഹ്നത്തിലാണ് ഇപ്പോൾ മത്സരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ PV അൻവറും അതുപോലെ തന്നെ മറ്റ് മൂന്ന് മുന്നണികളും ഈ നിലമ്പൂരിലെ പോരാട്ടത്തിൽ മത്സരിക്കുമ്പോൾ ഇത്തവണ പ്രധാനമായിട്ടും ചർച്ചയായ വിഷയങ്ങൾ, അതാണ് നിലമ്പൂരിനെ ശ്രദ്ധേയമാക്കുന്നത്. നിലമ്പൂരിൽ ഇത്തവണ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ളതാണ് എല്ലാവരും പ്രധാനമായിട്ടും നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. നിലമ്പൂരിലെ ഇത്തവണത്തെ ഈ ഒരു പോരാട്ടത്തിൽ ചർച്ചകൾ എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ NDA ക്യാമ്പുകളിൽ അവർ ഉയർത്തിയത് വികസനം പറഞ്ഞുകൊണ്ട് വോട്ട് തേടുക എന്നുള്ളതാണ്. നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയിട്ടുള്ള വികസനങ്ങൾ അത് പറഞ്ഞുകൊണ്ട് വോട്ട് തേടുക എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് കണ്ട കാഴ്ചകൾ ഇടതുമുന്നണി ജമാഅത്തെ ഇസ്ലാമിയെ
LDF ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നു, മറുവശത്ത് ഇടതുമുന്നണി PDPയെ കൂട്ടുപിടിക്കുന്നു. അങ്ങനെ ഈ തീവ്രവാദ സംഘടനകളെ, ഭീകരവാദ സംഘടനകളെ ഇടതു വലത് മുന്നണികൾ കൂട്ടുപിടിക്കുന്ന ഒരു കാഴ്ച, തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് വേണ്ടി ഇത്തരം മുന്നണികളെ കൂട്ടുപിടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ നിലമ്പൂരിലെ പോരാട്ടത്തിൽ കാണാൻ സാധിച്ചത്. അതേതായാലും ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചകളായി എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ എമ്പാടും ആ വിഷയം ചർച്ച ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ജനകീയ വിഷയങ്ങൾക്കുപരി അനാവശ്യ വിവാദങ്ങളായിരുന്നു നിലമ്പൂരിലെ ായിട്ട് ഉയരുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി എന്നുള്ളതാണ്. ഏതായാലും പരസ്യ പ്രചാരണം അവസാനിച്ചിരിക്കുന്നു. ഇനി നിശബ്ദ പ്രചാരണത്തിൻ്റെ നിമിഷങ്ങളാണ്, മണിക്കൂറുകളാണ്. നിശബ്ദ പ്രചാരണം പൂർത്തിയായി കഴിഞ്ഞാൽ മറ്റന്നാളാണ് നിലമ്പൂരിലെ ജനത വിധിയെഴുതാനായി പോളിംഗ് ബൂത്തിലേക്ക് കടക്കാൻ പോകുന്നത്. ശരി അരുൺ, ശിവദാസ് കന്മനം കൂടി ചേരുന്നുണ്ട്. ശിവദാസ്, 3 മുന്നണികളും വലിയ ആവേശത്തിൽ തന്നെയാണ്. കൊട്ടിക്കലാശം ആവേശകരമായി തന്നെയാണ് പര്യവസാനിച്ചിരിക്കുന്നത്. ഇത്തവണ ഇത് സർക്കാരിന്റെ ഒരു വിലയിരുത്തലാകുമെന്നുള്ള പ്രതീക്ഷയിൽ LDFും അതോടൊപ്പം തന്നെ LDFിനെ തകർത്തെറിയുമെന്നുള്ള പ്രതീക്ഷയിൽ UDFും മുന്നേറുമ്പോൾ നമുക്കറിയാം, പതിവ് വിവാദങ്ങൾക്കൊന്നും ഇട നൽകാതെ വികസനമാണ് തങ്ങളുടെ ലക്ഷ്യം, മാറ്റം അനിവാര്യമാണെന്ന മുദ്രാവാക്യവുമായിട്ടാണ് NDA സ്ഥാനാർത്ഥി പൊതുജനങ്ങളെ കാണുന്നത്. അതുകൊണ്ട് 3 മുന്നണികൾക്കും ഓരോ ലക്ഷ്യമുണ്ട്. NDAക്ക് വികസന ലക്ഷ്യം അങ്ങനെ മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ന് കൊട്ടിക്കലാശം അവസാനിക്കുന്നു. നാളെ നിശബ്ദ പ്രചരണം, മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെ നമുക്ക് കാര്യങ്ങൾ വിലയിരുത്താം? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ 3 മുന്നണികൾക്കും കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പിലെ കൃത്യമായ പ്രചാരണം 3 മുന്നണികളും അവരുടെ നേതാക്കളും എല്ലാം തന്നെ നയിച്ചിരുന്നത്. അതായത് LDFിനെ സംബന്ധിച്ച് നിലവിൽ അവർ ഭരിക്കുന്നത് LDF ആണ്, കേരളം ഭരിക്കുന്നത് LDF ആണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ അതിൻ്റെ ഒരു സെമി ഫൈനൽ എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു തുടർ ഭരണത്തിനുള്ള ഒരു നീക്കമാണ് LDFിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. മാസങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ അതിന് തൊട്ടു മുൻപുള്ള ഒരു സെമി ഫൈനലായിട്ടാണ് ഈ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ LDF കണക്കാക്കുന്നത്. ആ രീതിയിലുള്ള ഒരു പ്രചാരണമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതേസമയം NDAയെ സംബന്ധിച്ച് കൃത്യമായ വികസനങ്ങൾ ഉന്നയിച്ച് വികസനങ്ങൾ ഊർന്നി പറഞ്ഞുകൊണ്ടാണ് NDA ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചിരുന്നത്. പ്രത്യേകിച്ച് കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം തന്നെ എത്രത്തോളം ഈ മണ്ഡലത്തിൽ നടപ്പാക്കി, അതോടൊപ്പം തന്നെ കേരളത്തിൽ അത്തരത്തിലുള്ള പദ്ധതികൾ എത്രത്തോളം നടപ്പാക്കി എന്നത് കൃത്യമായി തന്നെ കാണിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു പ്രചാരണമാണ് NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതേസമയം UDFിനെ സംബന്ധിച്ചും കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. കാരണം കഴിഞ്ഞ 2 തവണ കേരളം അവർക്ക് കൈവിട്ടു, സംസ്ഥാന ഭരണം അവർക്ക് കൈവിട്ടു. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചു പിടിക്കുക, അതിന് തൊട്ടു മുൻപുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ഇത് വളരെ നിർണായകം തന്നെയാണ് UDFിനെ സംബന്ധിച്ചും. അതുകൊണ്ട് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് UDFിനെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ്. ഈ സീറ്റ് തിരിച്ചു പിടിക്കുക. കഴിഞ്ഞ 2 തവണയായി നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടത് സ്വതന്ത്രനായി മത്സരിച്ച PV അൻവറാണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചു പിടിക്കുക എന്ന ഒരു ലക്ഷ്യം UDFിനും ഉണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രചാരണമാണ് UDFിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതോടൊപ്പം തന്നെ PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു പ്രത്യേകത കൂടി ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന് ഉണ്ട്. കാരണം കഴിഞ്ഞ 2 തവണയായി 2016 മുതൽ PV അൻവറാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ നിയമസാമാജികനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ PV അൻവറിന്റെ ഒരു രാഷ്ട്രീയ ഭാവി ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഏറെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കാരണം LDF മുന്നണി വിട്ട അദ്ദേഹത്തിന് പിന്നീട് UDF മുന്നണിയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് സ്വതന്ത്രനായി ഒറ്റയ്ക്കാണ് ഇപ്പോൾ PV അൻവർ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അങ്ങനെ ഒരു ചതുഷ്കോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ PV അൻവറിന് അത്രത്തോളം വലിയൊരു സ്വാധീനമില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കൊട്ടിക്കലാശത്തിലൊന്നും പങ്കാളിയായിട്ടില്ല, അല്ലെങ്കിൽ കൊട്ടിക്കലാശം വേണ്ട എന്ന് വെക്കുകയായിരുന്നു. NDAയും അതോടൊപ്പം തന്നെ LDFും UDFും അല്പസമയം മുൻപ് അവരുടെ കൊട്ടിക്കലാശം കഴിഞ്ഞു. പരസ്യ പ്രചാരണം അവസാനിച്ചിരിക്കുന്നു. ഇനി ഉള്ള ഈ ദിവസങ്ങളും ഈ സമയങ്ങളും നിശബ്ദ പ്രചാരണത്തിന്റെ സമയമാണ്. മറ്റന്നാളാണ് പോളിംഗ് നടക്കുക. രാവിലെ 7 മണി മുതൽ പോളിംഗ് നടക്കും. എന്തായാലും അവസാന നിമിഷങ്ങളിലേക്ക് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. 23-നാണ് ഫലം അറിയുക. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലം തന്നെയായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവുക. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു ഫലത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഈ രാഷ്ട്രീയ കേരളം. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്ന കുറച്ച് മാസങ്ങൾ മാത്രമാണുള്ളത്, നിയമസഭാ തിരഞ്ഞെടുപ്പിനും കുറച്ച് മാസങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധി വിഷയങ്ങൾ
സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നിലമ്പൂരിൽ ആവേശകരമായ കൊട്ടിക്കലാശം പര്യവസാനിച്ചിരിക്കുന്നു. പരസ്യപ്രചരണത്തിന് സമാപനമായി നിലമ്പൂർ സ്ക്വയറിലാണ് മുന്നണികൾ കരുത്ത് തെളിയിച്ചത്. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ റോഡ് ഷോയിൽ ആയിരങ്ങൾ അണിനിരക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. മറ്റന്നാളാണ് നിലമ്പൂരിൽ വിധിയെഴുത്ത്. അരുണാലത്തൂരും ശിവദാസ് കന്മനവുമാണ് വിവരങ്ങൾ നൽകിയത്.